ഹലോ ഗൈസ്, തൊടിയിന്ന് എനിക്ക് കുറച്ച് കൂണ് കിട്ടി. അപ്പൊ അത് കയ്യോടെ അങ്ങ് പറിച്ചു പോന്നു. നോക്കി, എന്റെ കയ്യിൽ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒരു രസം. പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഇത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് വെച്ച് ഞാൻ ഇന്നൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ ഓയിസ്റ്റർ മഷ്റൂം എന്നാണ് കേട്ടോ പറയുക. അതായത് ചിപ്പിക്കൂണ്. ഇത് ഒരു ചിപ്പിയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. കത്തിയുടെ ആവശ്യമൊന്നുമില്ല. കൈ വെച്ച് തന്നെ ഞാനിതൊന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ഞൾ വെള്ളത്തിലാണ് കേട്ടോ കഴുകി എടുക്കുന്നത്. ഒരുപാട് സമയം വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക. അതിന്റെ ഇടയ്ക്ക് ഒരു കോഴിമുട്ട കൂടെ ഞാൻ അകത്താക്കി കേട്ടോ. ഇനി ആദ്യം തന്നെ ചൂടായ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുകിന് പുറത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടേ. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പൊടികളായി മുളക് പൊടി മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. കഴിഞ്ഞിട്ടില്ല, കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കണേ. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്താണ് നമ്മൾ കഴുകി ഊറ്റി വെച്ച കൂട് ചേർക്കേണ്ടത് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കാണുന്ന പോലെയല്ല, കൂടിന് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ മൂടി വെച്ചങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. തോരനാകുമ്പോൾ തേങ്ങ നിർബന്ധമാണല്ലോ. അവസാനം ഒരു പിടി തേങ്ങ കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. സാധനം റെഡി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ കൂണ്. മുളക് പൊടിയേക്കാൾ കുരുമുളകാണ് ഞാൻ കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ഒരു കളർ കേട്ടോ. കിട്ടില്ല ടേസ്റ്റ് ആണ്. നമ്മുടെ കൂന്തളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ടേസ്റ്റ് അല്ല, പക്ഷെ അത് കഴിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. എനിക്ക് എന്തായാലും സാധനം ഇഷ്ടപ്പെട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ടാറ്റാ.